നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം വന്നിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകരുണ്ട് എങ്കിൽ തീർച്ചയായും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. നാളെ ജൂൺ 6 ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മുതൽ വരുന്ന 30 വർഷക്കാലത്തേക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന 7 നക്ഷത്രജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ 7 നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ഇവരുടെ സകലമാന കഷ്ടപ്പാടുകളും മാറി ഇവർക്ക് എല്ലാത്തിലും വിജയിക്കാൻ സാധിക്കും. എത്ര വലിയ ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും ആ ദുരിത ദുഃഖങ്ങളൊക്കെയും മാറും. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ ഒരു ഗോചരഫലമാണ് ഈ നക്ഷത്രജാതകർക്ക് ഉള്ളത്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം ഇവരുടെ സാമ്പത്തിക നില വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ്. സകലമാന ദുഃഖ ദുരിതങ്ങൾ മാറി ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ഒരുപാട് പിന്നിലാണെങ്കിലും ഇവർക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കും. ഇവരുടെ സകലമാന ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ ഭാഗ്യത്തിൻ്റെ എല്ലാ രീതിയിലും സർവ്വസൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള 1ാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഇവർക്കിനി ഭാഗ്യമാണ്. വരുന്ന 32 വർഷങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമായിരിക്കും. എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് കിട്ടും. പുതിയ വാഹനം, പുതിയ വീട്, പുതിയ ജോലി, ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അതായത് ഈ നക്ഷത്രജാതകരുടെ സകലമാന ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തണം. തിരുപ്പതി ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ സങ്കടങ്ങൾ തന്നെയായിരുന്നു, ദുരിത ദുഃഖങ്ങളായിരുന്നു. കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനമില്ലായ്മ. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. സന്തോഷം ഉണ്ടാകും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശുഭകാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. അതായത് വിവാഹപ്രായം എത്തി നിൽക്കുന്നവരാണ് എങ്കിൽ വിവാഹത്തിന് അനുകൂലമായ സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജോലിയിൽ ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിനും വിജയത്തിനും സാധ്യത കാണുന്നു. അതുപോലെ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ചതയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മകീര നക്ഷത്ര ജാതകർക്ക് അതൊക്കെ നല്ല രീതിയിൽ നല്ല കച്ചവടങ്ങളൊക്കെ നടക്കാനും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകാനും കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വസ്തുവകകളുമായി ബന്ധപ്പെട്ട പഴയ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്.
ഇത് മനസ്സിന് സമാധാനം നൽകുന്നതായിരിക്കും. എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ ഉയർച്ചയും ഇനിയാണ് ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുക. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും വളരെ വലിയ ഉയർച്ചയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഇവരുടെ മക്കളുമാർ പഠന കാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. സത്യസന്ധമായ പരിശ്രമവും ഏകാഗ്രതയും നിലനിർത്താൻ ശ്രമിക്കണം. അങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇവരെ സംബന്ധിച്ച്, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ദീർഘദൂര യാത്രകളൊക്കെ ഒഴിവാക്കുന്നതും ഈ ഒരു 2 ആഴ്ചക്കാലത്തേക്ക് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേരും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകർക്കും ഇത് അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പൂരാട നക്ഷത്ര ജാതകർ എത്തും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും ലഭിക്കുക വഴി ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതും ഒക്കെ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ വലിയ അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. 6ാമത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. തൊഴിൽ, ബിസിനസ് എന്നിവയിലൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള സമയങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. തൊഴിൽ അല്ലെങ്കിൽ ജോലിയിൽ അശ്രദ്ധ കാണിക്കുന്നത്, ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയം തന്നെയാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തണം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ആത്മവിശ്വാസത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ അത്രയധികം നല്ലൊരു സമയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേട്ടമാകും. അതുപോലെ ബിസിനസ് പദ്ധതികൾ പ്രതീക്ഷിച്ചതിലും മികച്ച ഫലം നൽകാനുള്ള സാധ്യതയുണ്ട്. പുതിയ പങ്കാളിത്തവും കരാറുകളും രൂപപ്പെടും. ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും പ്രതിഫലവും ഒക്കെ ലഭിക്കും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് പുതിയ വരുമാന അവസരങ്ങൾ ലഭിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുണ്ടാവുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ് പദ്ധതികൾ പ്രതീക്ഷിച്ചതിലും മികച്ച ഫലം നൽകും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു കാലയളവിൽ തീർച്ചയായും സാധിക്കും, ഉറപ്പാണ്. ചില കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ജോലിസ്ഥലത്ത് അശ്രദ്ധ കാണിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിനാൽ ജോലിയിൽ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലത് തന്നെയായിരിക്കും. ആത്മവിശ്വാസത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഏതായാലും വരുന്ന 12 വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ 30 വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം, വലിയൊരു നേട്ടം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള ഒരു ഭാഗ്യാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഈശ്വരനെ വിളിക്കുക, തിരുപ്പതി വെങ്കടാചലപതിയൊക്കെ പ്രാർത്ഥിക്കുക. തീർച്ചയായും വീട്ടിൽ
നല്ല ശുഭകാര്യങ്ങൾ സംഭവിക്കാനും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. അങ്ങനെ വലിയ ആശ്വാസമായി ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. നടക്കും, ഉറപ്പാണ്. അതിനായി ഈ നക്ഷത്ര ജാതകർ പ്രയത്നിക്കുക. കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക.